തിരുകുമാരനും 1000 നന്ദി. എൻ്റെ പേര് ഫ്രാൻസിസ്. ഞാൻ കായംകുളത്തുനിന്ന് വരുന്നു. എൻ്റെ ജന്മസ്ഥലം തമിഴ്നാട് കന്യാകുമാരി ജില്ലക്കാരനാണ് ഞാൻ. അവിടെ നിന്ന് ഇവിടെ കെട്ടിടം പണിയുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു വ്യക്തിയാണ്. ഒത്തിരി ജോലിയും ഒരുപാട് കെട്ടിടങ്ങളും പണിതുകൊണ്ടിരുന്ന ഒരു മേശിരി പണിക്കാരനായിരുന്നു ഞാൻ. എൻ്റെ കീഴിൽ ഒരുപാട് ശിഷ്യന്മാരുണ്ട്. ഞാൻ 82-ൽ കായംകുളത്ത് വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരുപാട് പള്ളികളായാലും ആരാധനാലയങ്ങളായാലും വീടുകളായാലും പണിത് പരിചയമുള്ള അതിൻ്റെ കീഴിൽ ഒരുപാട് ശിഷ്യന്മാരുള്ളവർ ബന്ധപ്പെട്ടവർ മേശിരി പണിക്കാരനാണ് ഞാൻ. എനിക്ക് ഇപ്പോൾ 2-3 വർഷം കൊണ്ട് പണികൾ വളരെ കുറവായിരുന്നു. പണികൾ കുറഞ്ഞ് നമ്മൾ ഈ പട്ടിണിയുടെ വക്കത്തവരായി. ഈ ജോലിയില്ലാതെ ഒരു ഭവനം ഒരു കുടുംബം നടത്തിക്കൊണ്ട് പോകുന്ന വിഷമം ഈ ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾക്കൊക്കെ അറിയാം. അതിൻ്റെ വ്യക്തപ്പാട് നമ്മൾ അന്ന സ്ഥലത്ത് നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന ഞാൻ ഈ പണിയില്ലാതെ വന്ന് ശിഷ്യന്മാർക്ക് എൻ്റെ പണികൾ പലതും അങ്ങ് പോകുമായിരുന്നു. പണികൾ ഇങ്ങനെ ഏത് വീട്ടിൽ ചെന്നാലും അദ്ദേഹത്തിന് ശിഷ്യന് വന്ന് പണി കൊടുത്ത്. അപ്പോൾ എനിക്ക് ഈ ശിഷ്യന്മാരുടെ കൂടെ പണിക്ക് പോകാൻ പറ്റുമോ? നമ്മളങ്ങ് ആകപ്പാടാകെ ദുഃഖിതരായി. ഞാൻ എല്ലാ ഞായറാഴ്ചയും കൃത്യമായിട്ട് പള്ളിയിൽ പോകുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. അമ്മയുടെയൊക്കെ അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ അടുക്കെ പലരും പറഞ്ഞ് ഇന്ന പോലെ കൃപാസനത്തിൽ ഒന്ന് ചെല്ല് മേശിരി, അവിടെ ചെന്ന് അമ്മയെ കണ്ടൊന്ന് പ്രാർത്ഥിക്കും, അവിടെ പോയി ഉടമ്പടി എടുക്കുന്നു. എന്നിട്ടും ഞാൻ അത് മൈൻഡാക്കിയില്ല. ഞാൻ കൃത്യമായിട്ട് പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും. എനിക്ക് ഈ കെട്ടിടം പണിയാകുമ്പോൾ എല്ലാ ആൾക്കാരുമായിട്ട് ബന്ധമുണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ അതിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ. അങ്ങനെ സഹികെട്ടിട്ട് എന്തായാലും ഞാൻ അമ്മയുടെയൊക്കെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാമെന്ന് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച അന്ന് രാത്രി തൊട്ട് പലരും ഫോൺ വിളിച്ച് പണികൾ ഏൽപ്പിക്കാൻ. അങ്ങനെ അമ്മ എനിക്ക് അനുഗ്രഹം തന്ന് ഒത്തിരി പണികൾ തന്ന് ഇപ്പം പഴയ സ്ഥിതിക്കൊക്കെ ആയി വരുന്നുണ്ട് ഞാൻ. അപ്പോൾ എൻ്റെ മനസ്സിൽ അമ്മയുടെ വന്ന് ഞാൻ സാക്ഷ്യം പറയാമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ച്. അന്യ സ്ഥലത്ത് വന്ന് എനിക്ക് അമ്മ ഇത്രയും ഉപകാരം ചെയ്തതിന് കോടാനകോടി നന്ദി. അതുകൂടാതെ ഞാൻ വരുമ്പോൾ 100 പത്രം വെച്ച് പത്രം വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാ എൻ്റെ അയലത്തുകാർക്കും എൻ്റെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യൻസ്ക്കും എല്ലാവർക്കും ഞാൻ വിതരണം വീടുകളിൽ കൊണ്ട് കൊടുത്ത് അമ്മയുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എല്ലാം കൃത്യമായിട്ട്. ഇപ്പോൾ പലരും ഇവിടെ വരുന്നുണ്ട്. അതിനുശേഷം ഉടമ്പടി എടുത്ത് പലരും അവിടെ നിന്ന് എൻ്റെ പരിസരത്തുള്ളവരിവിടെ വരുന്നുണ്ട്. അമ്മയുടെ ഭാഗത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ഒരുപാട് നേട്ടങ്ങൾ കിട്ടി. അതിൻ്റെ നേട്ടങ്ങൾ എന്നോട് പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ അതിന് നന്ദി പറയുന്നു അമ്മയ്ക്ക്. അതിനോട് കൂടാതെ എൻ്റെ വൈഫിൻ്റെ കയ്യിൽ ഒരു പാടുണ്ടായിരുന്നു. ആ പാട് അമ്മയുടെ ഈ നേർച്ച വസ്തു എന്ന് തൊട്ടിടാൻ തുടങ്ങിയോ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത് പൂർണ്ണമായിട്ട് ആ പാടങ്ങ് മാറി. അമ്മയ്ക്ക് കോടാനകോടി നന്ദി. അതുകൂടാതെ എൻ്റെ വൈഫിന് തലവേദനയായിരുന്നു. 20 വർഷം കൊണ്ട് തലവേദന. എന്തെല്ലാം മരുന്ന് നോക്കിക്കാണ് 20 വർഷം കൊണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞ് തലവേദന കൊണ്ട് സഹിക്കാൻ വയ്യാന്ന്. നീ എന്തോ കാണിക്കുവാടി, അമ്മയുടെ തൈലം അവിടെ ഇരിക്കലും എടുത്ത് തൊട്ടിടറിയെന്ന് പറഞ്ഞു അന്നേരം. അത് ഇട്ട് ഇതിന് ശേഷം ഇതേവരെ തലവേദന ഉണ്ടായിട്ടില്ല. ഇന്നും പറഞ്ഞ് തലവേദന വന്നിട്ടില്ലെന്ന്. അമ്മയ്ക്ക് കോടാനകോടി അത്ഭുതം നന്ദി പറയുന്നു. നിങ്ങളെ എല്ലാവരും വിശ്വസിച്ച് അമ്മയുടെ നേർച്ച വസ്തുക്കൾ എല്ലാവരും ഉപയോഗിച്ചിരിക്കണം. അതുപോലെ എൻ്റെ പരിസരത്ത് എൻ്റെ ആ ഭാഗത്തുള്ള ആരൊക്കെ രോഗികളുണ്ട് അവർക്കെല്ലാം ഞാൻ നേർച്ചപ്പെട്ട് അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്. തൊട്ടിടാൻ എണ്ണയുടെ ഹോസ്പിറ്റലിൽ പോയാൽ ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ആർക്കൊക്കെ സുഖമില്ല കിടക്കുന്ന അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്കെല്ലാം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതിനെല്ലാം അനുഗ്രഹം തന്ന അമ്മയ്ക്ക് എനിക്ക് കൂടി നന്ദി പറയുന്നത് ഞാൻ. അമ്മയോട് ഏത് സമയത്ത് വിളിച്ചാലും അമ്മ എനിക്ക് ഒരുപാട് അപകടങ്ങൾ പണിരംഗത്ത് വരുന്നുണ്ട്. അതെല്ലാം തട്ടിത്തെറിപ്പിക്കുന്ന കൂട്ടാണ് എൻ്റെ മനസ്സിൽ. ഏത് വലിയ അപകടത്തിലാലും ഞാൻ പൊക്കത്തിൽ നിന്ന് പണി വരുമ്പോൾ ഒരു അപകടം വന്നാൽ ഒരാൾ എന്നെ പിടിച്ച് താങ്ങുന്നത് പോലെ എനിക്ക് തോന്നുന്നു. അമ്മയുടെ അനുഗ്രഹം അതൊക്കെ. അതിനൊക്കെ ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു. എൻ്റെ കാലിലൊരു മുഴ വന്ന് ഞാൻ ഈ തൈലം തൊട്ടിട്ട് അത് പൂർണ്ണമായിട്ട് മാറി. അങ്ങനെ ഓരോ കാര്യത്തിനും അമ്മയ്ക്ക് നന്ദി പറയുന്നു. സമർപ്പിക്കുന്നു. എൻ്റെ പേര് അജിൻ. ഞാൻ കോട്ടയം അയർക്കുന്നം ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടെ കൃപാസനത്തിൽ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വരുന്നത് സെപ്റ്റംബർ 2022 29-ാം തീയതിയാണ്. അപ്പം ഞാൻ വരുവാൻ ഇവിടെ ആദ്യം ഉണ്ടായ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ B.Pharm ആയിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ ഞാനിവിടെ വരുന്ന ദിവസം എനിക്ക് 20 സപ്ലിമെൻ്ററി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ബാച്ച് പാസ് ഔട്ട് ആകുന്ന വർഷമാണത്. എൻ്റെ ബാച്ച് പാസ് ഔട്ട് ആയിരുന്നു ആ സമയത്ത്. അപ്പം ഞാൻ വരുവാനുണ്ടായിരുന്ന സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പഠിക്കുവാൻ ശരിക്കും പറഞ്ഞാൽ കഴിവുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഉഴപ്പിൻ്റെ കൂടുതൽ കൊണ്ടും എൻ്റെ സ്വഭാവത്തിൻ്റെ കുറേ ദൂഷ്യവശങ്ങൾ കൊണ്ടും ഞാൻ കോളേജിൽ സപ്ലിമെൻ്ററി അടിച്ചുകൊണ്ടിരുന്നു. സപ്ലി അടിച്ച് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ചറപറ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉഴപ്പിൻ്റെ കൂടുതൽ കൊണ്ട് തന്നെ ഞാൻ പഠിക്കുന്നില്ലായിരുന്നു.
അത് വേറൊരു കാര്യം. പിന്നെ ഉഴപ്പിൻ്റെ കൂടുതൽ കൊണ്ട് തന്നെ പരീക്ഷയുടെ തലേന്നൊക്കെ ഒന്നും ഒരു സെൻറ്റൻസ് പോലും ഞാൻ പഠിക്കത്തില്ല, ബുക്ക് തുറക്കത്തില്ല. അങ്ങനെ ഞാൻ കോപ്പി അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് എന്നെ കോളേജിൽ പിടിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അതൊരു വലിയ ഇഷ്യൂ ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ അന്ന് വന്നപ്പോഴത്തേക്ക് അച്ഛയുടെ കണ്ണ് നിറയുന്നത് കണ്ടു. അത് ഞാൻ കാരണമാണല്ലോ എന്നുള്ളൊരിതിൽ ഭയങ്കര റിഗ്രറ്റ് എനിക്ക് അന്ന് തോന്നിയിരുന്നു. എന്നിട്ട് ഞാൻ അന്ന് എൻ്റെ അച്ഛയെ ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ അന്ന് രാത്രി പറഞ്ഞു, ഇനി ഞാൻ കാരണം ഒരിക്കലും അച്ഛൻ ഇവിടെ നാണം കെടാൻ ഇടവരത്തില്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അന്ന് തന്നെ ഞാനൊരു തീരുമാനം എടുത്തു. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് എന്നെ ബോയ്സ് ഹോസ്റ്റലിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കട്ടപ്പനയിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും പുറത്ത് റൂം എടുത്തായിരുന്നത് 3 മാസം കൂടെ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ സ്റ്റാഫൊക്കെ ആയിട്ടുള്ള ഇഷ്യൂ ഒക്കെ കാരണം അവരെന്നെ മനഃപൂർവ്വം ടെർമിനേറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ ഒറ്റപ്പെട്ട റൂമിലൊക്കെ ഇരിക്കുമ്പോഴാണ് അമ്മ എനിക്ക് ഓരോ അച്ഛന്മാരുടെ ടോക്കുകളൊക്കെ എനിക്ക് ഷെയർ ചെയ്യും. ശരിക്കും എൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു ഘട്ടത്തിലാണ് എനിക്ക് ആത്മീയപരമായിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അമ്മ എനിക്ക് അതുവരെയൊക്കെ ടോക്കൊക്കെ ഷെയർ ചെയ്യും, ഞാനതൊന്നും നോക്കത്തൊന്നുമില്ല. അമ്മയ്ക്ക് ജസ്റ്റ് സീനാക്കിയിട്ട് അമ്മയ്ക്ക് തംസൊക്കെ അയച്ചിട്ട് ഞാൻ പോവും, ഞാൻ അതൊന്നും കാണത്തൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആണ് എനിക്ക് ദൈവത്തോട് അടുക്കണം എന്നൊക്കെ തോന്നി. പക്ഷേ എനിക്ക് പഠിക്കാൻ ഉള്ള എൻ്റെ കഴിവുകളെല്ലാം നഷ്ടപ്പെട്ടിരുന്നു അന്നേരം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു പാരഗ്രാഫുമായിട്ട് രാവിലെ തൊട്ട് ഉച്ച വരെയൊക്കെ ഞാൻ ഇരിക്കും. എനിക്കൊന്നും തലയിൽ കയറുന്നുണ്ടായിരുന്നില്ല. 20 സപ്ലിമെൻ്ററി എനിക്ക് ക്ലിയർ ചെയ്യാനും ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ന് എനിക്ക് ബ്ലാങ്ക് ആയിരുന്നു. പിന്നെ എൻ്റെ അവസ്ഥകളൊക്കെ കാരണം തന്നെ ഞാൻ ശരിക്കും എക്സോസ്റ്റഡ് ആയിരുന്നു. ഇനി എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും, എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ, ഡ്രോപ്പ് ചെയ്യുമോ, അങ്ങനത്തെയൊക്കെ കുറേ ക്വസ്റ്റ്യൻ മാർക്ക് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. ഞാൻ പിന്നെ പരീക്ഷയ്ക്കൊക്കെ പോകും, പക്ഷേ ഒന്നും പഠിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾക്ക് 8th സെമസ്റ്റർ പരീക്ഷ എഴുതണമെങ്കിൽ 7th സെമസ്റ്റർ വരെ ക്ലിയർ ചെയ്യണം. എനിക്ക് ആ കാലഘട്ടത്തിൽ 3rd സെമസ്റ്റർ തൊട്ടിട്ട് ഇങ്ങോട്ട് മൊത്തം സപ്ലിമെൻ്ററി കിടക്കുന്നുണ്ട്. അവിടെയൊക്കെ 1-2 ഒക്കെ ജയിച്ചതല്ലാതെ എനിക്ക് വേറെ ഒന്നും ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് 16 സപ്ലിമെൻ്ററി എഴുതിയിട്ടാണ് ഞാൻ ആ 2022 സെപ്റ്റംബറിൽ ഞാൻ ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് അത് പെട്ടെന്നൊരു ട്രിഗറിങ് ആയിരുന്നു. അതായത് അമ്മ ഇവിടെ 2019 തൊട്ടിട്ട് ഉടമ്പടി എടുത്തിട്ടുള്ള ആളാണ്. അമ്മ എന്നോട് കൃപാസനം എന്ന് പറയുന്നത് ഞാൻ ഇവിടെയൊക്കെ വീട്ടിൽ കൂടെ മാറുമ്പോഴും ഒക്കെ എന്നോട് പറയുന്നത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കേൾക്കും. അത് കേൾക്കാൻ മനസ്സുകൊണ്ട് ഞാൻ കേട്ടിരുന്നില്ല. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ദിവസം ഇതുപോലെ ഒരു തോന്നലുണ്ടായി, ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ ഇവിടെ ഒന്ന് വന്ന് നോക്കാം. പക്ഷേ എനിക്കിവിടെ ഉടമ്പടി ഉണ്ടെന്നോ ഇത് ഇങ്ങനെ കാര്യങ്ങളെന്നൊക്കെ എനിക്കറിയത്തില്ല. എൻ്റെ ഒരു കോൺസെപ്റ്റിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന അത്ഭുതം നടക്കുന്ന ഒരു പള്ളിയാണ്, ഇവിടെ വന്ന് പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ നടക്കും, അങ്ങനെ ഒരു ഇതിലാണ് ഞാൻ ഇവിടെ വരുന്നത്. അങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് എന്നോട് ഉടമ്പടി എടുക്കണം എന്നുള്ള സംഭവം അമ്മ പറയുന്നത്. അങ്ങനെ ഞാൻ മേളിൽ ചെന്ന് ക്ലാസ്സിലിരിക്കുമ്പോഴത്തേക്കും ആണ് ഉടമ്പടി നിബന്ധനകൾ ഇത്രയുണ്ടെന്നും പിന്നെ 6 നിയോഗങ്ങൾ പോലും എനിക്ക് വെക്കണമെന്നുള്ള കാര്യങ്ങൾ അറിയത്തില്ലായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു സ്ട്രൈക്കിംഗ് ആയിട്ട് വന്നത്, ആ മേളിൽ ആ ചേട്ടൻ ഇതുപോലെ പറഞ്ഞു, 6 നിയോഗങ്ങൾ നിങ്ങൾ ചുമ്മാ ഉള്ള നിയോഗങ്ങൾ വെക്കല്ല്, നിങ്ങൾക്ക് ഇമ്പോസിബിൾ എന്ന് തോന്നുന്ന നിയോഗങ്ങൾ എന്തോ അത് നിങ്ങൾക്ക് സമർപ്പിക്കാമെന്ന്. എന്നെ സംബന്ധിച്ച് 20 എണ്ണം ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് ഇമ്പോസിബിൾ ആയിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരു പാരഗ്രാഫ് പോലും എനിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ബ്രെയിൻ എല്ലാം എക്സോസ്റ്റഡ് ആയിട്ട് പോയിരുന്നു, ഞാൻ ഉഴപ്പി. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് നിയോഗങ്ങൾ വെച്ചു. ആദ്യം ഒന്നാമത്തെ കാര്യം എൻ്റെ സപ്ലി ക്ലിയർ ചെയ്യുന്നത്, പിന്നെ 6 നിയോഗം വെക്കണമെന്ന് ഇവിടെ വരുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ 6 എണ്ണം എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാമെന്നുള്ള ഇതിൽ ചേച്ചിയുടെ കല്യാണം അങ്ങനെ നിയോഗം വെച്ചു. പിന്നെ ഇവൻ നേഴ്സിംഗ് ഫസ്റ്റ് ഇയർ ആയിരുന്നു അന്നേരം. ഇതെൻ്റെ അനിയനാണ്, ഇതെൻ്റെ അമ്മയാണ്. അപ്പോൾ ഇവൻ നേഴ്സിംഗ് ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവൻ ഫസ്റ്റ് ഇയറിൻ്റെ സ്റ്റഡി ലീവിന് വീട്ടിൽ വരുമ്പോൾ ഇവൻ ബാഗിൻ്റെ സിബ് പോലും തുറക്കാതെയാണ് ഇവൻ പരീക്ഷയുടെ തലേന്ന് ഫസ്റ്റ് ഇയർ പരീക്ഷ എഴുതാൻ പോയത്. ഇത് ഞാൻ കണ്ടിരുന്നു. പക്ഷേ എനിക്ക് ഇവനോടൊന്നും പറയാൻ പറ്റത്തുണ്ടായിരുന്നില്ല, കാരണം ഞാൻ സപ്ലി അടിച്ച് കിടക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഇവനോട് എന്ത് പറഞ്ഞ് ഉപദേശിച്ചാലും ഇവൻ അത് എടുക്കത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊന്നും പറയാൻ പറ്റത്തുണ്ടായിരുന്നില്ല. ഞാനിവിടെ വന്ന് ചുമ്മാ ഒരു നിയോഗം എഴുതിയിട്ടു. ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തു പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പം ഇപ്പോൾ ചേച്ചിയെ കല്യാണം കഴിച്ചിരിക്കുന്ന ചേട്ടൻ പെണ്ണ് കാണാൻ വരികയും 2 മാസത്തിനുള്ളിൽ തന്നെ കല്യാണം വളരെ ഭംഗിയായിട്ട് നടക്കുകയും, അതുമാത്രമല്ല ഞങ്ങളുടെ കുടുംബത്തിന് ഏറ്റവും ചേർന്ന രീതിയിലും ചേച്ചി ഏറ്റവും സപ്പോർട്ടീവായിട്ടും ഒരു വക ദുശീലങ്ങളും ഇല്ല, എന്നാൽ ദൈവത്തോടെ ഏറ്റവും കൂടുതൽ
ചേർന്നിരിക്കുന്ന ഒരു ചേട്ടനെ തന്നെ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചു. പിന്നെ ഞാൻ ഉടമ്പടി എടുത്ത് പോയി 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ്റെ റിസൾട്ട് വന്നു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഉടമ്പടിയിലെ ടേണിംഗ് പോയിൻ്റ് ഇവൻ്റെ റിസൾട്ടാണ്. ഇവൻ ജയിച്ചു എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്തം വിട്ടുപോയി. ഇവൻ തോക്കുമെന്ന് 100% ഉറപ്പിച്ചിരുന്നായിരുന്നു ഞാൻ. കാരണം അതുപോലെ ഞാൻ ഒരു സെൻറ്റൻസ് പഠിക്കാൻ കാണിക്കുന്ന ഇതുപോലും ഇവൻ കാണിക്കാതെയാണ് ഇവൻ തിരിച്ചു പോയിരുന്നത്. അപ്പോൾ ഇവൻ തോക്കുമെന്നുള്ള ഉറപ്പ്. ഇവൻ ജയിച്ചെന്ന് കണ്ടപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ അന്തം വിട്ടുപോയി. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി എടുത്ത ആദ്യ കാലഘട്ടത്തിൽ എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല. ഞാൻ ആ പത്രികയുടെ ഫ്രണ്ടിലുള്ള കാര്യങ്ങൾ മാത്രമേ ഫോളോ അപ്പ്. ഇത് ചെയ്താൽ ഉടമ്പടി ആകും എന്നുള്ള ഒരു കോൺസെപ്റ്റുള്ള ആളായിരുന്നു ഞാൻ. അങ്ങനെ ഞാൻ അത് അങ്ങനെ ജീവിച്ച് എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് അങ്ങനെ പോയത്. പിന്നെ ഞാൻ എവിടെയെങ്കിലും തെറ്റിച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കും എൻ്റെ ഉടമ്പടി തെറ്റി, ഇനി അടുത്ത പുതുക്കലി ശരിയാക്കാം. പിന്നെ ഞാൻ നോർമലി പഴയ ആ ഒരു സ്വഭാവം തന്നെ. എനിക്ക് ദേഷ്യം നല്ലപോലെ ഉണ്ടായിരുന്നു. ദേഷ്യം എന്ന് വെച്ചാൽ എൻ്റെ എതിര് നിൽക്കുന്ന ആരാണോ അവരെ ഞാൻ മാക്സിമം ഹെർട്ട് ചെയ്ത് കരയിപ്പിക്കും. അങ്ങനത്തെ രീതിയിൽ എന്തും ചെയ്യും. അതുപോലെ ദേഷ്യം വരുമായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ അതുപോലെ ഇങ്ങനെ വന്ന് പിന്നെ ദേഷ്യമൊക്കെ ഉടമ്പടിയിലായിരിക്കുമ്പോൾ തന്നെ എൻ്റെ ദേഷ്യമൊക്കെ പിന്നെ വരേണ്ട സാഹചര്യങ്ങളിൽ ഞാൻ നന്നായിട്ട് ദേഷ്യപ്പെടും. പിന്നെ അടുത്ത പുതുക്കൽ വരുമ്പോഴത്തേക്കും കുറച്ച് കാലത്തേക്ക് നന്നായിട്ട് ഇതാക്കുക. ആ കാലഘട്ടങ്ങളിൽ എനിക്ക് വെച്ചിരിക്കുന്ന നിയോഗങ്ങൾ നടക്കും. ഇതിനോടിടയ്ക്ക് അതായത് 2019 തൊട്ടിട്ടാണ് ഞാൻ സപ്ലി അടിച്ചു തുടങ്ങിയിരുന്നത്. 2019 തൊട്ട് 2022 കാലഘട്ടം വരെ ഞാൻ മൊത്തം 100ഓളം പരീക്ഷകൾ എഴുതിയിട്ടുണ്ട്, സപ്ലി റീസപ്ലി ആയിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ എഴുതിയിട്ടും ഞാൻ മൊത്തത്തിൽ ആ 3 വർഷത്തിനോടിടയ്ക്ക് 1-2 പരീക്ഷകളൊക്കെ ജയിച്ചിട്ടുള്ളതായിരിക്കും. എനിക്ക് പക്ഷേ ഒരു ടെൻഷനോ അങ്ങനെ ഒരു ഇതോ കാര്യങ്ങളൊന്നും ഉള്ള ആളല്ല. ഞാൻ സപ്ലി അടിച്ചെന്ന് പറഞ്ഞാൽ പോട്ടെ അടുത്തതാണ് നമുക്ക് എടുക്കാം, അങ്ങനത്തെ ഒരു രീതിയിൽ എന്നെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉഴപ്പിക്കൊണ്ട് നടക്കുന്ന സമയത്താണ് എൻ്റെ കയ്യിൽ നിന്ന് ഈ കാശ് രൂപം കാണാതെ പോയി. എൻ്റെ ബസ്സിൽ നിന്ന് എൻ്റെ പേഴ്സ് പോയി, കാശ് രൂപം കാണാതെ പോയി. അതെനിക്ക് പോകും. പിന്നെ എനിക്ക് അന്നേരം സപ്ലി ഇത്രയെണ്ണം ക്ലിയർ ചെയ്യണമല്ലോ എന്നുള്ള ഒരു ഇതുകൊണ്ട് ശരിക്കും ഡിസ്റ്റർബ്ഡ് ആയിരുന്നു ഞാൻ. ആ സമയം തന്നെ എൻ്റെ കാലിൻ്റെ ലിഗമെൻ്റ് ACL ഗ്രേഡ് 3 എനിക്ക് ടീർ വന്നു. അപ്പോൾ എനിക്കങ്ങനെ വന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 1.5 വർഷം എടുക്കും ഒരു മനുഷ്യൻ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി. അതും ഇപ്പോൾ കളിക്കാരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ് അവർക്ക് ലഭിച്ചിട്ട് തന്നെ ഏറ്റവും ചുരുങ്ങിയത് 1 വർഷം കൊണ്ടേ അവർ ഹീൽ ചെയ്യത്തുള്ളൂ. അപ്പം എനിക്ക് സർജറി വേണം എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. വീട്ടിൽ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം സർജറിക്ക് 1.5 ലക്ഷം രൂപ വേണ്ടി വരും. അപ്പോൾ അത് വീട്ടിൽ പറയാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ തന്നെ അമ്മ പറയുന്ന കേൾക്കാതെ കളിക്കാൻ പോയപ്പോൾ സംഭവിച്ചതാണ് എനിക്കിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് പറയാൻ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ കാല് പോയിരുന്ന് ക്രച്ചസിൽ എൻ്റെ മനസ്സിൽ ആരോ തോന്നിപ്പിച്ചു, വീണ്ടും വന്ന് ഉടമ്പടി എടുക്കണം, എനിക്ക് ഉടമ്പടി നന്നായിട്ട് ചെയ്യണം. ഇനി ഉടമ്പടി ഫ്രണ്ടിലുള്ളത് മാത്രമല്ല പുറകിലത്തെ അസസ്മെൻറ്റിൽ പറയുന്ന കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് ഫോളോ അപ്പ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഞാൻ വീണ്ടും ഇവിടെ വന്നു. ക്രച്ചസിൽ ഞാൻ കാല് ബാൻഡേജൊക്കെ ഇട്ട് ഞാൻ ക്രച്ചസിൽ തന്നെ ഇവിടെ വന്നിരുന്നു. അന്ന് ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി ഇനി നന്നായിട്ട് ഫോളോ അപ്പ് ചെയ്യാമെന്നുള്ളൊരു മൈൻഡിൽ ഞാൻ പോയി. പിന്നീട് ഞാനാണെങ്കിൽ എനിക്ക് കാല് അതുപോലെ ആയതുകൊണ്ട് എനിക്ക് ദിവസേന പള്ളി പോകാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാനാണെങ്കിൽ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ റൂമിലിരുന്നിട്ട് ഞാൻ യൂട്യൂബ് എടുത്തിട്ട് കുർബാന കൂടാൻ വേണ്ടി തുടങ്ങി. ഇനി ഞാൻ എൻ്റെ കാല് ശരിയായി കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഡയറക്റ്റ് പള്ളി വന്നോളാം എന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു. അങ്ങനെ ഇത് തുടങ്ങിക്കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ദിവസം ഞാനൊരു സാക്ഷ്യം കാണുവാണ്. ഒരു ചേച്ചിക്ക് ഇതുപോലെ കാലിൻ്റെ ഇത് ഹീൽ ചെയ്യുന്നത്, ലിഗമെൻ്റ് അല്ല, എന്തോ കാലിൻ്റെ ഇത് നേരെയാകുന്നത്. അപ്പം ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ മാതാവിനോട് ഇതുപോലെ എൻ്റെ കാലിനും ഇതുപോലെ ആകുമായിരുന്നേ നല്ലതായിരുന്നു. കാരണം ഞാൻ ആ റൂം വിട്ടിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് കുളിക്കാൻ വല്ലതും പോകുമ്പോഴേ ഇറങ്ങാറുള്ളൂ. അല്ലാതെ അങ്ങനെ ഇരുന്ന് ശരിക്കും എനിക്ക് ശീലമില്ല, മടുപ്പായി. അങ്ങനെ ഞാൻ അങ്ങനെയൊന്ന് മനസ്സിലാഗ്രഹിച്ച് ഞാൻ ഈ കാലിന് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാല് മടങ്ങത്തില്ല. പിന്നെ അത് മാത്രമല്ല ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചത് ഏറ്റവും വലിയ വേദനയായിരുന്നു എനിക്കത്. എനിക്കൊന്ന് ഉറങ്ങാൻ പോലും പറ്റത്തുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എണീറ്റ് നിന്നപ്പോഴത്തേക്ക് എനിക്ക് വേദനയില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. പിന്നെ ഈ കാല് പാർഷ്യലിയേ മടങ്ങത്തുള്ളൂ. ഞാൻ മടക്കി നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് കാല് ഫുള്ള് മടങ്ങുന്നുമുണ്ട്. അന്നേരം ഞാൻ എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഞാനൊന്ന് നടന്നു നോക്കി. നോർമലി എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് ഓടി നോക്കിയപ്പോൾ എനിക്ക് ഓടാനും പറ്റുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഈശോയോട് പറഞ്ഞു, ഇന്ന് രാത്രി ആരാധന ഞാൻ കൂടുമ്പോൾ എനിക്ക് മുട്ട് മടക്കാനും കൂടെ പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് പൂർണ്ണമായിട്ട് സൗഖ്യമായെന്ന് ഞാൻ ഉറപ്പിക്കും. കാരണം എനിക്ക് മുട്ട് മടങ്ങത്തില്ല. മുട്ട് 1.5 വർഷം കഴിഞ്ഞാലേ മടങ്ങത്തുള്ളൂ.
ഞാൻ ആരാധനയ്ക്ക് മുട്ടുകുത്തി നിന്നപ്പോഴത്തേക്ക് എനിക്ക് മുട്ടുകുത്താനും പറ്റുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞ് ഞാൻ കളിക്കാനും പോയിട്ടുണ്ട്. എൻ്റെ ഈ കാലിനിട്ട് തന്നെ വീണ്ടും ചവിട്ടും കിട്ടിയിട്ടുണ്ട്. എനിക്ക് വീണ്ടും ഒരിക്കലും അങ്ങനെ വന്നിട്ടില്ല. അത് എൻ്റെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹമാണ്. അപ്പോൾ ഈ ഒരു സംഭവം നടന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി, ഇത് ഈ ദൈവം മാതാവ് എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് ഒരു കഥയോ അല്ലെങ്കിൽ ഒരു മിത്തല്ല, ഇത് ശരിക്കും ഉള്ളതാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ അനുഭവിച്ച, എനിക്ക് ഒരു മിനിറ്റ് അപ്പുറവും ഇപ്പുറവും ഒക്കെ എനിക്ക് എങ്ങനെ വേദന ഉണ്ടായിരുന്നു എന്നും വേദന പൂർണ്ണമായും സൗഖ്യമായെന്നും എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നീട് എനിക്ക് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പഠിക്കാനുള്ള കഴിവെല്ലാം പോയിരുന്നു. പിന്നീട് ഞാൻ മാതാവിൻ്റെ കാശുരൂപം വെച്ച് മാത്രമേ പരീക്ഷ എഴുതിയിട്ട്, അമ്മ എന്നോട് പറയുമായിരുന്നു ഞാൻ ഇരിക്കുന്ന സീറ്റേ കൊണ്ടുപോയി ഉപ്പ് വിതറണം, കാശുരൂപം പിടിച്ചെഴുതണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഫുള്ള് ചെക്ക് ചെയ്തിട്ടാണ് കയറ്റുന്നത്. ഈ കാശുരൂപമൊക്കെ ഞാൻ കയ്യിൽ തന്നെ പിടിച്ച് കയറും. ഞാൻ മനസ്സിൽ അന്നേരം വിചാരിക്കുന്ന, ഈ മാതാവിൻ്റെ കാശുരൂപം ഇതാക്കിയിട്ട് എന്നെ കയറ്റത്തില്ലെങ്കിൽ വേണ്ട എന്നുള്ള ഒരു ഇതിൽ തന്നെ കയറും. പക്ഷേ എൻ്റെ ആരും ചെക്ക് ചെയ്ത് അങ്ങനെ ഡീപ്പായിട്ട് ചെക്ക് ചെയ്തിട്ടില്ല. ഞാൻ ഇതുകൊണ്ട് തന്നെ കയറി പരീക്ഷ എഴുതും. ഞാൻ വീണ്ടും പരീക്ഷ എഴുതിയിട്ടും ഞാൻ തോറ്റിട്ടൊക്കെ ഉണ്ട്. അതായത് കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ ഞാൻ വീണ്ടും എനിക്ക് 4th സെം ആയിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ വലച്ചുകൊണ്ടിരുന്ന സെമ്മ്. 4th എനിക്ക് 2019 തൊട്ടിട്ട് കഴിഞ്ഞ ഒരു വർഷം വരെ 4 സപ്ലി തന്നെ ഞാൻ കുറേ തവണ എഴുതി തോറ്റുകൊണ്ടേയിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ഈ പരീക്ഷ എഴുതി ഒരെണ്ണമൊക്കെ കിട്ടി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഒരു വിഷമമില്ലായിരുന്നു. കാരണം എനിക്ക് മാതാവ് ഉള്ളിൽ തന്നെ തോന്നിപ്പിക്കും, കാരണം ഇതെന്നേലും ഒരിക്കൽ ഇത് മാറും. ഞാനിവിടെ വന്ന് ഉടമ്പടി സാക്ഷ്യങ്ങളുടെ ഇൻഫ്ലുവൻസ് കൊണ്ടും ഒക്കെ എനിക്ക് ബോധ്യപ്പെട്ടിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ ഈ നിയോഗം വെച്ചിട്ടുണ്ട്, എന്നേലും ഒരിക്കൽ ഈ കാര്യം നടക്കുമെന്നുള്ള എനിക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തോക്കുമ്പോൾ എനിക്കൊരു ഇതില്ലായിരുന്നു, സാരമില്ല അടുത്ത തവണ തന്നെ നമുക്ക് ഇതാക്കാം. എനിക്ക് പക്ഷേ ഉണ്ടായിരുന്ന ഒരു വേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ കരയുന്നതായിരുന്നു. ഡെയിലി എന്ന് പറയുന്ന പോലെ അമ്മ വീട്ടിലിരുന്ന് ഇങ്ങനെ കരയുമായിരുന്നു. രാത്രി ഞാൻ ഇടയ്ക്ക് ഉറക്കത്തിൽ നിന്നൊക്കെ എണീക്കുമ്പോൾ ഹാളിൽ നിന്ന് അമ്മ പ്രാർത്ഥിച്ചുകൊണ്ട് കരയുന്നതൊക്കെ എനിക്ക് അവിടെ കേൾക്കാമായിരുന്നു. എനിക്ക് അതായിരുന്നു ഒരു ബുദ്ധിമുട്ട്. അല്ലാതെ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോക്കുന്നത് കൊണ്ട് എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. കാരണം എന്നെ ഒരു സാക്ഷിയാക്കുമെന്നുള്ള എനിക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് വീണ്ടും തോറ്റുകൊണ്ടിരുന്നിട്ടും ഞാൻ എൻ്റെ പ്രതീക്ഷ കൈവിട്ടില്ല. അങ്ങനെ ഞാൻ ചെന്നിരിക്കുമ്പോഴാണ് കഴിഞ്ഞ വർഷം ഇതുപോലെ ഞാൻ ചെന്നിട്ടിരിക്കുമ്പോഴത്തേക്കും എന്നെക്കാളും 4 ബാച്ച് താഴെയുള്ള എൻ്റെ ഒരു ജൂനിയർ, അവരുടെയൊക്കെ കൂടെയാണ് ഞാൻ പരീക്ഷ. എൻ്റെ ബാച്ച് അവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ കോഴ്സിന് കയറിയിട്ടില്ലാത്ത പിള്ളേരുടെ കൂടത്തിൽ വരെ ഞാനിപ്പോൾ സപ്ലി എഴുതിയിട്ടുള്ളവനാണ്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ 4 ബാച്ച് താഴെയുള്ള ഒരു ജൂനിയറിൻ്റെ കൂട്ടത്തിലാണ് ഇതുപോലെ ഇരിക്കുന്നത്. അവൻ ഇതുപോലെ ഞാൻ ചെന്നിരിക്കുമ്പോൾ അവൻ കഴിഞ്ഞ വർഷം എന്നോട് പറയുകയാണ്, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ കോഴ്സ് ഡ്രോപ്പ് ചെയ്യേണ്ടവനാണ്, ഞാനിപ്പം ഇവിടെ ഈ കോഴ്സ് പഠിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അജിൻ ചേട്ടനാണെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് എന്നാന്നൊരു പിടി കിട്ടുന്നില്ലായിരുന്നു. ഞാൻ എന്നിട്ട് അവനോട് ചോദിച്ചാൽ അതിന് നിന്നോട് ഞാൻ ശരിക്കും പറഞ്ഞാൽ മനസ്സ് തുറന്ന് ശരിക്കും പറഞ്ഞാൽ മിണ്ടിയിട്ടും കൂടിയില്ല കാര്യമായിട്ട്. അപ്പോൾ എന്നാ സംഭവം എന്ന് എനിക്കറിയില്ല. അപ്പോൾ അവൻ പറഞ്ഞു അവനിവിടെ ഈ കോഴ്സ് മനസ്സോടെ വന്നെടുത്താണ്. അപ്പോൾ അവൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് സപ്ലി ആദ്യത്തെ 3 സെമ്മിൽ തന്നെ അവൻ ഫുള്ള് വാഷ് ഔട്ടായിരുന്നു. അപ്പോൾ അവനെ കൊണ്ടൊന്നും പറ്റത്തില്ല. അവൻ എന്നിട്ട് റൂമിലൊക്കെ ഇരുന്ന് കരയുമായിരുന്നു. അവൻ എന്നിട്ട് സപ്ലിയൊക്കെ എഴുതി കഴിഞ്ഞിട്ട് അവൻ വീട്ടിൽ പോയിട്ട് പിന്നെ തിരിച്ച് വരത്തില്ലായിരുന്നു. ഞാൻ ഈ കോഴ്സ് ഡ്രോപ്പ് ചെയ്യാന്നുള്ളൊരു മൈൻഡിലിരിക്കുമായിരുന്നു. അങ്ങനെ കോളേജുകാർ അവനെ വിളിച്ചപ്പോഴത്തേക്കാണ് അവൻ വീണ്ടും ഒന്നുകൂടെ വന്നു. ഒരു സപ്ലിമെൻ്ററി ഉണ്ട് അന്നേരം കഴിഞ്ഞ ഫെബ്രുവരിയിൽ. ആ ഫെബ്രുവരിയിൽ തന്നെ ഈ സപ്ലിമെൻ്ററി തന്നെ എഴുതുന്നുണ്ട് ഞാനും. അപ്പോൾ ഇവരുടെ റൂമിലാണ് ഞാൻ പോയത്. അപ്പോൾ ആ റൂമിലിരുന്ന് ഞാൻ പോകുമ്പോഴത്തേക്ക് ഞാൻ ഈ പത്രികയും തിരിയൊക്കെ ആയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഈ തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുന്ന അവൻ ചിന്തിക്കുമ്പോഴത്തേക്ക് നോക്കുമ്പം അതായത് അവനേക്കാളും 4-5 വയസ്സ് മൂത്തതാണ് ഞാൻ. എന്നിട്ടും ഈ ഒരവസ്ഥയിൽ ഇത്രയും തോറ്റിട്ടും ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന കാണുമ്പോഴത്തേക്ക് അവന് ശരിക്കും പറഞ്ഞാൽ അത്ഭുതമായിരുന്നെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കാമെന്നുള്ള ഒരു ഇതിൽ അവൻ സ്വന്തമായിട്ട് ഇങ്ങനെ നേർച്ചയൊക്കെ നേർന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ അവൻ 16 സപ്ലി അന്ന് എഴുതി പോയി. അങ്ങനെ വന്നപ്പോൾ അവൻ 3 എണ്ണം ഏതാണ്ട് ക്ലിയർ ചെയ്തു. അവനൊന്നും ജയിക്കാത്ത, അന്ന് വരെ ബിഫാമിൽ ഒരു സബ്ജക്റ്റ് പോലും അവൻ ജയിച്ചിട്ടില്ല. അവൻ അങ്ങനെ 3 എണ്ണം ജയിച്ചപ്പോൾ അവൻ എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് തോന്നി. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസം കണ്ടിട്ടാണ് അവൻ അന്ന് അവിടെ നിന്നത്, കോഴ്സ് ഡ്രോപ്പ് ചെയ്യാതെ. അങ്ങനെ ഇവൻ എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, നീ ഒന്നും നോക്കണ്ട, കൃപാസനത്തിൽ വന്നാൽ മതി, ജയിക്കാൻ പറ്റും. ഇതിൻ്റെ എല്ലാത്തിനും ഇപ്പം എനിക്ക് ഇപ്പോൾ ഒരു കാര്യം ബോധ്യപ്പെട്ടു. കാരണം എന്നെ ഇത്രയും തോൽപ്പിച്ചത് വഴി
നിൻ്റെ ജീവിതത്തിലും ദൈവം എൻ്റെ ഈ തോൽവി കൊണ്ട് ഒരനുഭവം തരാൻ വേണ്ടി, അല്ലെങ്കിൽ നിന്നെ ഇവിടെ വരുത്താൻ വേണ്ടിയിട്ട്, നിൻ്റെ ജീവിതത്തിൽ നല്ലത് തരാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ ഇവൻ പിന്നെ ഇവൻ വിഷമം വരുമ്പോഴൊക്കെ എന്നെ വിളിക്കും, ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കും. എന്നോട് ഈ ഒരു ഘട്ടമായപ്പോഴത്തേക്ക് എൻ്റെ ആത്മീയപരമായിട്ടുള്ള രീതിയിൽ ഞാൻ ഭയങ്കരമായിട്ടും വളർന്നിരുന്നു. ഞാൻ അന്നേരം എന്തുണ്ടെങ്കിലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും. അവൻ്റെ കാര്യമാണെങ്കിലും എന്നോട് ഇതുപോലെ പ്രാർത്ഥന ചോദിക്കുന്നവരുടെ കാര്യമാണെങ്കിൽ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും. അപ്പം എനിക്ക് ഓരോ വെളിപ്പെടുത്തൽ പോലെ മാതാവ് തരും. അപ്പം ഞാൻ അവനോട് പറയും, ഇല്ല പേടിക്കണ്ട, നീ ജയിക്കും, അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ പറയും. ഇവൻ 1ഉം 2ഉം ഒക്കെ വെച്ച് ജയിക്കും, പക്ഷേ അവനെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യമാണ്. അങ്ങനെ ഞാൻ പറഞ്ഞ് അവനെക്കൊണ്ട് വന്ന് ഉടമ്പടി എടുപ്പിച്ചു. അവനും ആ ഉടമ്പടിയൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതും എൻ്റെ 2 ജൂനിയേഴ്സിനെയും കൊണ്ട്, ഇതുപോലെ തന്നെ കിടന്നിരുന്ന 2 ജൂനിയേഴ്സിനെ എൻ്റെ ഈ സപ്ലിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് തന്നെ അവർ 2 പേരും ഇവിടെ കൊണ്ടുവന്നു. അവർക്കും ഉടമ്പടി എടുത്തപ്പോൾ കുറേ അനുഭവങ്ങളുണ്ട്, കുറേ പോസിറ്റിവിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ എനിക്കാണെങ്കിൽ ഞാൻ ഈ കോഴ്സ് ഇങ്ങനെ ഇതായി എഴുതി എനിക്ക് കഴിഞ്ഞ വർഷം ഈ സമയമൊക്കെ ആയിരുന്നപ്പോൾ എനിക്ക് 8 സപ്ലിമെൻ്റ് ക്ലിയർ ചെയ്യാമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 4th സെം ആയിരുന്നു ഏറ്റവും എന്നെ ടോർമെൻറ്റ് ചെയ്തിരുന്ന സെമ്മ്. അങ്ങനെ ഈ 4th സെമ്മിന് കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ വന്ന് പരീക്ഷ എഴുതിയിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ജോസഫച്ചനെ കണ്ട് പ്രാർത്ഥിച്ചിരുന്നു. ജോസഫച്ചൻ എന്ന നേരം എനിക്കൊരു കാശ് രൂപം തന്നു. ഇത് വെച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ഇനിയും പഠിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്ന് പിന്നെ പോയി കഴിഞ്ഞ് വീണ്ടും ഇവിടെ വരുന്നത് പുതുക്കാൻ വേണ്ടിയാണ് വരുന്നത്. ആ പുതുക്കാൻ വരുന്നതിൻ്റെ തലേന്ന് എൻ്റെ റിസൾട്ട് വന്നിരുന്നു 4th സെമ്മിൻ്റെ. അപ്പം ഞാൻ അത് അന്നേരം ഓപ്പൺ ആക്കിയില്ല. ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ നാളെ ഞാൻ ഇവിടെ വന്ന് പുതുക്കി കഴിഞ്ഞിട്ടേ ഞാൻ ഓപ്പൺ ആക്കത്തുള്ളൂ, അന്നേരം എനിക്ക് ജയിച്ചാൽ മതി എന്നൊന്ന് കണ്ടാൽ. ഒറ്റ സബ്ജക്റ്റേ ഉള്ളൂ. ആ ഒറ്റ സബ്ജക്റ്റ് ജയിച്ചാലേ എനിക്ക് 7th സെം എഴുതാൻ പറ്റത്തുള്ളൂ, 4th ജയിച്ചാലേ 7th എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 7th എനിക്ക് ഒറ്റ സബ്ജക്റ്റേ ഉള്ളൂ. അപ്പം ഞാനാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഞാൻ ആ മരത്തിൻ്റെ ചുവട്ടിൽ നിന്നിട്ടാണ് ഞാൻ റിസൾട്ട് ഓപ്പൺ ചെയ്തു. വീണ്ടും ഫെയിലായി. ഞാൻ അമ്മയോട് ഇത് പറഞ്ഞില്ല. ഞാൻ അവിടെ നിന്ന് ഈ മാതാവിനെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, സാരമില്ല, ഇത് എൻ്റെ ജീവിതത്തിൽ അവസാനമായിട്ട് ഞാൻ ഫെയിൽഡ് എന്ന് കാണുന്ന ഒരു റിസൾട്ട് ആയിരിക്കണം. ഇനി അങ്ങോട്ട് മാതാവ് കൊണ്ടുപോയാൽ മതി, എനിക്കൊരു പരാതിയില്ല, മാതാവ് എന്നെ നോക്കിക്കോളൂ എന്ന് എനിക്കറിയാമെന്ന് ഞാൻ അവിടെ നിന്ന് മാതാവിനെ നോക്കി പറഞ്ഞു. പിന്നീട് ഞാൻ പോയി കഴിഞ്ഞിട്ട് ആണ് പുതിയ ഒരിത് വന്നു. അതായത് ഈ 7th സംഭവം വന്നു. 7th സപ്ലി എനിക്ക് വരുന്നത് ജാനുവരി 6-ാം തീയതിയാണ്. അതായത് 7th ഞാൻ എഴുതണമെങ്കിൽ ഞാൻ 4th ജയിക്കണം. 4th പരീക്ഷ എനിക്ക് വരുന്നത് ഡിസംബർ 13-ാം തീയതി. ഡിസംബർ 13-ന് ഞാനിവിടെ വന്നു. അപ്പോൾ തന്നെ ഈ റിസൾട്ട് ശരിക്കും പറഞ്ഞാൽ ജാനുവരി 6-ന് മുമ്പ് വരത്തില്ല. അപ്പോൾ ഞാനാണെങ്കിൽ ഇതുപോലെ ഹൈ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇതുപോലെ ബന്ധപ്പെട്ട് കഴിഞ്ഞ് എൻ്റെ സാറുമാരെയൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു, ഇത് ഹൈക്കോർട്ടിൽ അപ്പീൽ ചെയ്യണമെന്ന് പറഞ്ഞു. പാടാന്ന് പറഞ്ഞു. ഞാൻ വേറെ കേസിന് പോയിട്ടുള്ള സ്റ്റുഡൻസിനെയൊക്കെ വിളിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞു, നിനക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അതായത് അവന്മാരോട് സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര നെഗറ്റിവിറ്റി ആയിരുന്നു. അവന്മാർ പറഞ്ഞത് കിട്ടത്തില്ലെന്ന് പറഞ്ഞു. ഈ ഒരു കേസ് കേട്ടുകൊണ്ടൊന്നും കിട്ടത്തില്ല, വെറുതെ പോകുന്ന പൈസ കളയാമെന്നൊക്കെ പറയും. ഞാൻ എന്നാലും എനിക്ക് കേട്ടപ്പോൾ ഒരു നെഗറ്റിവിറ്റി തോന്നി. ഞാൻ ആ ഫോം ഇതായി കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു, പിന്നെ എൻ്റെ കൂട്ടത്തിൽ കൃപാസനം മാതാവ് ഉണ്ട്, മാതാവ് എന്നെ നോക്കിക്കോളൂ എന്നുള്ള രീതിയിൽ ഞാൻ അച്ഛ ഒരു അഡ്വക്കേറ്റാണ്. അപ്പം ഞാൻ അച്ഛയുടെ കോണ്ടാക്ട്സ് വഴി ഒരു ഹൈക്കോർട്ടിൽ ഒരു അപ്പീൽ പോയി. ആദ്യം ഞാൻ യൂണിവേഴ്സിറ്റി ചെന്ന് കഴിയുമ്പോൾ അവർ പറഞ്ഞു, ഇത് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ നിനക്ക് എഴുതാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അത് ചുമ്മാ എന്നെ ഓടിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഞാൻ എന്നിട്ട് അവിടെ നിന്ന് തന്നെ എൻ്റെ സാർമാരെ വിളിച്ചപ്പോൾ പറഞ്ഞു ഹൈക്കോർട്ടിൽ തന്നെ പൊക്കോളാൻ പറഞ്ഞു. എന്നിട്ട് ഞാനും അച്ഛൻ കൂടെ ഹൈക്കോർട്ടിൽ അപ്പീൽ ചെയ്തു. എനിക്ക് പാടാണ് ശരിക്കും. ഞാൻ അപ്പീൽ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാനിപ്പോൾ എഴുതുന്നുണ്ട്, അതിനുള്ളിൽ അടുത്ത മാസത്തിനുള്ളിൽ റിസൾട്ട് വരത്തില്ല. അപ്പോൾ എന്നെ ആ എക്സാം എഴുതാൻ പെർമിറ്റ് ചെയ്യണം. എന്നിട്ട് ഈ റിസൾട്ട് ഞാൻ ജയിച്ചാൽ മാത്രമേ എൻ്റെ 7th റിസൾട്ട് വരുന്നത് പബ്ലിഷ് ചെയ്താൽ മതിയെന്ന് ഉള്ളൊരു അപ്പീലിനാണ് ഞാൻ പോയത്. ഈ 7th 4th ജയിച്ചാലേ എനിക്ക് 8th എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാനാണെങ്കിൽ ഇതുപോലെ ആ സമയത്ത് ഡിസംബർ 13-ന് ഞാൻ പരീക്ഷയ്ക്ക് ചെന്നപ്പോഴും ഈ പറയുന്ന എൻ്റെ ജൂനിയറൊക്കെ അവിടെയുണ്ട്, അവനും ആ പരീക്ഷ എഴുതുന്നുണ്ട്. അവനൊക്കെ ഈ കേസിൻ്റെ കാര്യമൊക്കെ അറിയാം. അപ്പം അവനോടൊക്കെ ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞു, സാരിയില്ല, അടുത്ത മാസം ഞാൻ പരീക്ഷ എഴുതും. ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ പറഞ്ഞു. അടുത്ത അതുപോലെ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. നോർമലി ഞാൻ ഭയങ്കര പേടിച്ച് ഇരിക്കുന്ന ഒരിതല്ല. അപ്പോൾ എനിക്കൊരു ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് മാതാവിൻ്റെ ഈശോയുടെ ഒരു ധൈര്യവും കൂടെ കിട്ടുമ്പോൾ
എക്സ്ട്രാ ഒരു കോൺഫിഡൻസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കേസൊക്കെ ഞാൻ പാസ്സാവും, എന്നാ എനിക്ക് കിട്ടും, എനിക്ക് അപ്പീൽ ചെയ്ത് എനിക്ക് പാസ്സാവും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ ആ ഫോർത്തിൻ്റെ പരീക്ഷ എഴുതിയിട്ട് ഞാൻ പോയി. അങ്ങനെ ഡിസംബർ 19 എൻ്റെ ഹിയറിങ്. അന്ന് എൻ്റെ ഹിയറിങ് എടുത്തില്ല. അന്ന് എൻ്റെ ഹിയറിങ് എടുത്തിട്ട് പറഞ്ഞു ഇതെന്തുകൊണ്ട് അങ്ങനെ ഏതാണ്ട് ചോദിച്ചു. അത് പിന്നെ ഡിസംബർ 24 എൻ്റെ ഹിയറിങ്. ഡിസംബർ 24 എൻ്റെ കേസ് എടുത്തില്ല. പിന്നെ അതിൻ്റെ പിറ്റേന്ന് ഡിസംബർ 25 എൻ്റെ കോളേജിൽ പഠിച്ച തന്നെ 2 പേരുടെ കല്യാണമുണ്ട്. അതായത് 2 പേരും തമ്മിൽ കല്യാണം കഴിക്കുന്നു. തൃശ്ശൂരാണ് കല്യാണം. അപ്പം തലേന്ന് എൻ്റെ കൂട്ടുകാരെല്ലാം തൃശ്ശൂർ പോയി ചേർന്നിട്ടുണ്ട്. ഞാൻ അവന്മാരെന്നെ വിളിച്ചു, എടാ വാ ഇന്ന് രാത്രി അടിച്ചു പൊളിക്കാമെന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചപ്പോഴത്തേക്കും ഞാൻ ആദ്യം അവന്മാരോട് ചോദിച്ചു കുർബാന കൂടാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല ചിലപ്പോഴേ ഉള്ളെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ഈ കുർബാന ഇല്ല എന്നുള്ള ഒരു ഇതുകൊണ്ട് തന്നെ ഞാൻ അതിന് പോയില്ല. ഞാൻ എന്നിട്ട് പിറ്റേന്ന് രാവിലെ കുർബാന കൂടിയിട്ട് വെളുപ്പിനെ തന്നെ ഞാൻ ബസ് കയറി തൃശ്ശൂർ ചെന്നു. തൃശ്ശൂർ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇറങ്ങുന്ന സ്റ്റോപ്പ് ആയപ്പോൾ ഒരു വൃദ്ധനായിട്ടുള്ള ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു എന്നെ ബസ്സിൽ നിന്നൊന്ന് ഇറക്കിത്തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇത് കാരുണ്യ പ്രവൃത്തിയുടെ ഭാഗമല്ലേ എന്ന് കരുതി ഞാനും ഓക്കെ ഞാൻ ഇറക്കാമെന്ന് പറഞ്ഞു. ഈ അപ്പച്ചൻ്റെ അടുത്ത് കണ്ണ് കാണത്തില്ല ഈ അപ്പച്ചൻ എൻ്റെ അടുത്ത് വഴി ക്രോസ് ചെയ്തു. എവിടെ പോകാനാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്ന കല്യാണത്തിന്. അപ്പോൾ ആ അപ്പച്ചനും ഇതേ കല്യാണത്തിന് തന്നെ. ഞാൻ എന്നിട്ട് ഈ അപ്പച്ചനെയും കൈ പിടിച്ച് ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ട് വരെ ചെന്നു. ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ട് വരെ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിക്കുക എവിടെ എത്തിയെന്നും ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ അപ്പച്ചനോട് പറഞ്ഞു ഒരു മിനിറ്റ് ഞാൻ ഒന്ന് എടുക്കട്ടെ എന്നും പറഞ്ഞു. ഞാൻ തിരിഞ്ഞു എന്ന് ഇവനോട് ഞാനൊരു 10 സെക്കൻഡ് സംസാരിച്ച് കാണും. ഇത് കഴിഞ്ഞ് ഞാൻ തിരിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരാളില്ല അവിടെ. ഇങ്ങനെ ഒരാളില്ലെന്നല്ല, ഒരു അന്ധനായ മനുഷ്യന് ഇവിടുന്ന് എനിക്ക് ആ ഡോർ വരെയുള്ള ദൂരം വരെ ഒരിക്കലും 10 സെക്കൻഡ് ആ മനുഷ്യന് പോകാൻ പറ്റത്തില്ല. അതുപോലെ പ്രായമുണ്ട്. ഞാൻ പിന്നെ അതിൻ്റെ അകത്തൊക്കെ ചെന്ന് നോക്കി, ഫുള്ളും നോക്കി, ഇയാളെ കണ്ടില്ല. ഞാൻ കൂട്ടുകാർ വന്നപ്പോൾ ആ ഒരു മൈൻഡിൽ അങ്ങ് പോയി. ഞാനത് കഴിഞ്ഞിട്ട് വീണ്ടും പിറ്റേന്ന് എൻ്റെ അപ്പീൽ പാസ്സായി. എനിക്ക് കോർട്ടിൽ പെർമിറ്റ് ചെയ്തു എന്നെ 7th സെമസ്റ്റർ എഴുതാൻ വേണ്ടിയിട്ട്. ഞാൻ എന്നിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോഴാണ് എൻ്റെ മൈൻഡിൽ മാതാവ് തോന്നിക്കുകയാണ് ഈ ഇങ്ങനെ ഒരാളെ കണ്ട് ഈ ഒരു അനുഭവം ഓർപ്പിക്കുകയാണ്. ഞാൻ എന്നിട്ടാണെങ്കിൽ ഈ എൻ്റെ ആ കല്യാണം കഴിച്ചവരെ അവരെ വിളിച്ചു. ഇന്നപോലെ ഒരു അനുഭവം ഉണ്ടായി. അവരുടെ വീടിൻ്റെ അടുത്ത് ആ അപ്പച്ചൻ തൊട്ടിപ്പുറത്തെ വീടാണെന്നാണ് പറഞ്ഞത് ഈ കല്യാണം കഴിക്കുന്നതിൻ്റെ. ഞാൻ അവനെ വിളിച്ചു ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരാൾ അവിടെ ഇല്ല. ഞാൻ ശക്തമായി വിശ്വസിക്കുന്നു അത് മാതാവ് ഈശോയാണെന്നുള്ളത്. അങ്ങനെ എൻ്റെ 7th സെമ്മും ഞാൻ എഴുതി. 7th സെം എനിക്ക് നല്ല പാടായിരുന്നു. ഞാൻ എഴുതിയത് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടാണ് പോയത്. പക്ഷേ ഒരു വല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ തോക്കുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷേ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഞാൻ ജയിക്കുമെന്നുള്ളത്. ഞാൻ എന്നിട്ട് എനിക്ക് റിസൾട്ട് വന്നു. 4th സെമ്മും ജയിച്ചു, 7th സെമ്മും ജയിച്ചു. ഞാനത് കഴിഞ്ഞിട്ട് 8th സെമസ്റ്റർ പരീക്ഷ എഴുതി. 2 എണ്ണം തോക്കുമെന്നുള്ള എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് ആദ്യം മാതാവിനോട് ഈശോയുടെ മുഖത്ത് നോക്കിയേ ഞാൻ എൻ്റെ റിസൾട്ട് എൻ്റെ വായിൽ നിന്ന് ഒരാൾ കേൾക്കത്തുള്ളൂ. ഞാൻ അമ്മയോട് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ ഉച്ചയ്ക്ക് എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ പാസ്സായി. ഒരിക്കലും എൻ്റെ ഫുൾ എബിലിറ്റി പോയതാണ്. മാതാവും ഈശോയും അനുഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ജയിച്ചത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിന് ഓസ്ട്രേലിയക്ക് ഇതുപോലെ പോകണമെന്ന് ജർമ്മൻ പഠിക്കുന്നുണ്ടായിരുന്നു. B1 B2 ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ആളെന്നോട് ഇതുപോലെ പറഞ്ഞു. ഞാൻ ആൾക്ക് വേണ്ടി നിയോഗം വെച്ചിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ കഴിഞ്ഞ മാസം സാക്ഷ്യം പറഞ്ഞ് ആൾ ഓസ്ട്രേലിയക്ക് പോവുകയും ചെയ്തു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. ഞാൻ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ കുടുംബപരമായിട്ട് വൃദ്ധസദനങ്ങളിൽ പോയി ഹെൽപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലാ മാസവും വന്നിട്ട് ഇവിടെ പത്രം മേടിക്കും. പത്രം മേടിച്ച് കഴിഞ്ഞ് ഞാൻ അത് കൊണ്ടുപോയി വെഞ്ചരിച്ചിട്ടേ ഞാൻ ജപമാലയൊക്കെ ഞാൻ കൊടുക്കുന്നവരെ അനുഗ്രഹിക്കണേ എന്നുള്ള ഇതിൽ ഞാൻ ജപമാല ചൊല്ലിയിട്ടേ ഞാനിത് കൊടുക്കാൻ തുടങ്ങത്തുള്ളൂ. പിന്നെ ആത്മീയപരമായിട്ടുള്ള എനിക്കുണ്ടായിട്ടുള്ള ഉയർച്ച, ഞാൻ ഏറ്റവും ചെറിയ വിശുദ്ധ കുർബാന എവിടെയോ അവിടെ പോകാൻ നോക്കിക്കൊണ്ടിരുന്ന ആളായിരുന്നു പണ്ട്. ജപമാലയാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് എങ്ങനെ തീർക്കണം എന്നുള്ള ആളായിരുന്നു ഞാൻ. എനിക്ക് ദൈവത്തോട് ഇഷ്ടക്കുറവൊന്നുമില്ല, പക്ഷേ ഈ കാര്യങ്ങളിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും എനിക്ക് ഇതില്ലായിരുന്നു. ഞാൻ ഇപ്പം ഡെയിലി 2-3 മണിക്കൂറോളം പേഴ്സണലി പ്രെയർ ചെയ്യലും. പിന്നെ അത് മാത്രമല്ല എല്ലാ ദിവസവും വൈകിട്ട് ഞങ്ങളുടെ അടുത്തുള്ള കുരിശുപള്ളിയിൽ പോയി തിരിയൊക്കെ കത്തി. ഇതൊക്കെ കണ്ട് എൻ്റെ കൂട്ടുകാർ തന്നെ എന്നോട് ചോദിക്കും ഇവനിതെന്നാ പറ്റി. ഇപ്പോഴും എന്നെ കുറേ പേര് കളിയാക്കും.
ഇത് തന്നെ നിനക്കിപ്പോൾ പെട്ടെന്ന് തന്നെ നീ ആത്മീയപരമായിട്ടുള്ള ഉയർച്ചയാണ് അത് ആ സംഭവങ്ങളൊക്കെ അങ്ങനത്തെ രീതിയിൽ ചോദിക്കും. പിന്നെ ഞാൻ അപ്പുറത്തും ഇപ്പുറത്തും ഞാൻ കിടക്കുമ്പോഴത്തേക്കും എൻ്റെ ഒരു ഈശോയുടെയും മാതാവിൻ്റെയും ഒരു രൂപമുണ്ട്. ഞാൻ എല്ലാ ദിവസവും രാത്രി കയറിയിരുന്ന ഈശോയുടെ മാതാവിനോട് ഞാൻ സംസാരിക്കും. എൻ്റെ പ്രാർത്ഥനയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ബുക്കിലുള്ള നമ്മൾ സാധാ പഠിച്ച് പ്രാർത്ഥിക്കുന്ന പോലത്തെ പ്രാർത്ഥനകളല്ല, ഞാൻ ടോക്ക് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഈശോയുടെ മാതാവിനോടും രാത്രി കിടക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറേ സംസാരിക്കും. അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന പോലത്തെ രീതിയിൽ ഞാനത് ജീവനുള്ള ഈശോയും മാതാവും ആണെന്ന് തന്നെ ഉറച്ച് വിശ്വസിക്കുന്നു. ഇത് മാത്രമല്ല, ഞാൻ എൻ്റെ റിസൾട്ട് ഓപ്പൺ ആക്കുമ്പോഴത്തേക്കും നമുക്കറിയാം നമ്മുടെ ഫോണിൻ്റെ സെൻസർ നമ്മുടെ ഫിംഗറിനെ വർക്ക് ചെയ്യത്തുള്ളൂ. എൻ്റെ ഈ ഇപ്പുറത്ത് ഇരിക്കുന്ന ഈശോയുടെ കുരിശിൻ്റെ അറ്റം വെച്ച് ഞാൻ എൻ്റെ ഫോണെ എൻ്റെ ഹോൾ ടിക്കറ്റിൻ്റെ നമ്പർ ഇങ്ങനെ അടിച്ചിട്ടാണ് വരുന്നത്. അത് ഓരോ നമ്പർ എൻ്റെ കുരിശിൻ്റെ അറ്റം ഈ ഫോണെ സെൻസ് ചെയ്യും. അങ്ങനെ ഈശോയാണ് എൻ്റെ റിസൾട്ട് തുറക്കുന്നതെന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ് ഞാൻ ഇതുവരെ ജയിച്ചതും. ഓക്കെ. 2 ദിനവൃത്താന്തം 32 അധ്യായം 8 തിരുവചനം നമ്മളോട് പറയുന്നു, മാംസലമായ ഹസ്തമാണ് അവനോടൊത്തുള്ളത്, നമ്മോടുകൂടെയുള്ളത് നമ്മുടെ കർത്താവായ ദൈവവും അവിടുന്ന് നമ്മെ സഹായിക്കുകയും നമുക്ക് വേണ്ടി പൊരുതുകയും ചെയ്യും. അജിനും കുടുംബവും ഇവിടെ പങ്കുവെച്ച വലിയൊരു മഹാസാക്ഷ്യമാണ് നാം കേട്ടത്. അജിനെയും കുടുംബത്തെയും തൻ്റെ സഹോദരനെയും പ്രത്യേകിച്ച് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയ ഒരു വലിയ മനോഹരമായ സാക്ഷ്യമാണ് നാം ക്ഷമയോടെ കേട്ടുകൊണ്ടിരുന്നത്. എനിക്കറിയാമായിരുന്നു ഈ സാക്ഷ്യം ഒരല്പം കൂടുതലെടുക്കും. പക്ഷേ അജിൻ്റെ ഒരു വളരെ പരാജയത്തിലേക്ക് കൂപ്പുകുത്തിയ ഒരു വ്യക്തിയുടെ ഒരു യുവാവിൻ്റെ സാക്ഷ്യം വളരെ ക്ഷമയോടെ കേൾക്കുക എന്നുള്ളത് ഒരു വലിയ കാരുണ്യപ്രവൃത്തി കൂടിയാണെന്ന് എനിക്ക് തോന്നുകയായിരുന്നു. അജിൻ്റെ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള അമ്മയുടെ അശ്രാന്ത പരിശ്രമമാണ് ഇതിനെല്ലാം കാരണമെന്ന് നമുക്ക് ഈശോയോട് നന്ദി പറയാം. മക്കളെ ഈശോയിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി ഒരമ്മയുടെ കണ്ണുനീരെന്തുമാത്രമാണെന്ന് നാം കാണുകയായിരുന്നു. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ പെട്ടെന്ന് വളരെ കരയുന്ന ഒരു ടീച്ചർ സ്റ്റാഫ് എപ്പോഴും കരയുമായിരുന്നു, അവരുടെ കുടുംബത്തിനെല്ലാ സങ്കടങ്ങളും. അപ്പോൾ എനിക്കെല്ലാം ഒരു തമാശയായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ഞാൻ ഈ സുഹൃത്തിരുന്ന് കരയുമ്പോഴെല്ലാം ദൈവവചനം പറയുന്നുണ്ടല്ലോ, നിൻ്റെ കണ്ണുനീർ ഞാൻ കുപ്പിയിൽ ശേഖരിക്കുമെന്ന്. അന്നാണ് എനിക്ക് മനസ്സിലായത്, കുറച്ച് നാളത്തേക്കുള്ള ഒരു ഇഞ്ചക്ഷൻ സിറിഞ്ച് കുപ്പിയിലായിരുന്നു ഞാൻ ആ കണ്ണുനീർ ശേഖരിച്ചിരുന്നത്. പക്ഷേ നമ്മുടെ കണ്ണുനീരെല്ലാം ഒരു കടൽ പോലെ അത്രമാത്രം കണ്ണുനീർ നമ്മുടെ കണ്ണിൽ നിന്ന് ഒഴുകി വീഴുന്നുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിഞ്ഞ ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. തമാശയായിരുന്നെങ്കിലും കൂടി നമ്മുടെ കണ്ണുനീരെല്ലാം ദൈവം ഒരു ടാങ്കിലായിരിക്കും, ഒരു എത്ര വലിയ കുപ്പിയായിരിക്കും അതെന്ന് ഞാൻ കരുതുകയാണ്. മദ്യപാനികളായിട്ടുള്ള ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ടുള്ള മക്കളുടെ എല്ലാം ആ കുപ്പിയിലേക്ക് വീഴുന്ന കണ്ണുനീരും മക്കളുടെയും ജീവിത പങ്കാളിയുടെയും എല്ലാം കണ്ണുനീർ എത്രയാണെന്ന് ഞാനന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. അജിൻ ഒരു വലിയ പരാജയത്തിൽ നിന്നും വളരെ ഉന്നതമായ ഒരു ലെവലിലേക്ക് ആത്മീയമായി ഉയർത്താൻ ദൈവം കൊടുത്ത ഒരു വലിയ സാക്ഷ്യമാണിത്. അതുപോലെ തന്നെ താൻ പറയുമായിരുന്നു, തൻ്റെ അനിയനെ കൊടുത്ത ഒരു വലിയ കൃപയാണ്. അവൻ ബാഗിൻ്റെ സിപ്പ് പോലും തുറക്കാതെ പോയി പരീക്ഷ എഴുതിയിട്ട് അവൻ ജയിച്ചു എന്നുള്ളതാണ് ഫസ്റ്റ് ഇൻസെൻറ്റീവായിട്ട് ഈശോ കൊടുത്ത അനുഗ്രഹം. അതിൽ നിന്നാണ് ഈശോ ഇവരെ കൈപിടിച്ചുയർത്തുന്നത്, ദൈവത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ ഒരനുഗ്രഹം. പലപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യം ഇതാണ്, ഫസ്റ്റ് ഇൻസെൻറ്റീവ് ഗ്രേസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഇനി ഉടമ്പടി നിബന്ധനകൾ പാലിച്ചാൽ ഇതെല്ലാം ഞങ്ങൾക്ക് ഗ്രാൻഡഡ് ആണ് എന്ന് വിചാരിക്കുമ്പോഴാണ് വീണ്ടും നാം കൂപ്പുകുത്തി പഴയതിനേക്കാൾ പിന്നത്തതായി നാം വീണു പോകുന്നത് എന്ന് നാം മനസ്സിലാക്കുന്ന അജിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. താൻ സുവിശേഷത്തിൽ പറയുന്നത് പോലെ ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതും കൂടി എടുത്ത് ഉള്ളവന് കൊടുക്കുമെന്ന് ഈശോ പറയുന്നുണ്ട്. വിശ്വസ്തരായവർക്ക് മാത്രമേ വിശ്വസ്തത എന്ന വലിയൊരു സമ്മാനം ഈശോ നൽകുകയുള്ളൂ. പരിശുദ്ധ അമ്മയിലൂടെ കുടുംബത്തിന് നൽകിയ വളരെ വളരെ വലിയ അനുഗ്രഹങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, സഞ്ചാരി മാതാവ്, എല്ലാ കേസുകെട്ടിലേക്കും എല്ലാ തുറക്കാൻ സാധിക്കാത്ത ഫയലുകളിലേക്കും എല്ലാ അസുഖങ്ങളിലേക്കും അസ്വസ്ഥതകളിലേക്കും ഇവരുടെ കുടുംബത്തിലേക്ക് കടന്നു ചെന്ന ഒരു പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടിയുള്ള സാക്ഷ്യം നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഈശോയിൽ നിന്നെല്ലാം നേടിക്കൊടുക്കാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു. നാം എത്ര വലിയ ബലഹീനത ഉള്ളവരായാലും പാപികളായിരുന്നാലും പരിശുദ്ധ അമ്മ നമ്മെ ചേർത്ത് പിടിക്കുന്ന, കൈകളിൽ കോരിയെടുക്കുന്ന ഒരു വലിയ ജീവിത സാക്ഷ്യത്തിന് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വലിയൊരു കൈയടി നൽകിക്കൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് യൂത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്